നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ ഡേറ്റുകൾ അടുത്തു കഴിഞ്ഞു. എന്നാൽ പ്രിലിംസിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഓഗസ്റ്റ് മാസം പകുതിയാകാറാകുന്നു. പ്രിലിംസിൻ്റെ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടെൻഷനിലാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് ഇതുവരെ വരാത്ത സാഹചര്യത്തിൽ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് മാറ്റുമോ? സെപ്റ്റംബർ മാസത്തിൽ ഡിഗ്രി മെയിൻസിൻ്റെ എക്സാം പറഞ്ഞിട്ടുണ്ട്. അത് സെപ്റ്റംബർ 14 അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ എക്സാമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വരാത്ത സാഹചര്യത്തിൽ ഡേറ്റ് മാറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും PSCന് ഡേറ്റ് മാറ്റാനുള്ള ചാൻസ് ഇല്ല. പ്രിലിംസിൻ്റെ റിസൾട്ട് ഒരു മാസത്തിന് മുന്നേ തന്നെ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇനി ആ ഒരു എക്സാം ഡേറ്റ് അടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും മഴ കാരണമോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കാരണം ഡേറ്റ് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ PSC എന്ത് ചെയ്യും? എക്സാം നടത്തും. ഇനി അങ്ങനെയാണെങ്കിൽ എന്നാണ് ഈ പ്രിലിംസിൻ്റെ റിസൾട്ട് വരുന്നത് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പ്രിലിംസിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതായത് ഓഗസ്റ്റ് മാസം 14 മുന്നേ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. സെപ്റ്റംബർ 14 ഡിഗ്രി മെയിൻസിൻ്റെ ആദ്യ എക്സാം വരുന്നത്. അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PSC ഇതിനോടകം തന്നെ ഒരുപാട് ലാഗാക്കി. നമ്മുടെ ജൂലൈ മാസം അവസാനം വരുമെന്ന പ്രതീക്ഷിച്ച റിസൾട്ടാണ് അന്ന് വന്നിരുന്നെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഏത് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഏകദേശം ഒരു നല്ല ഡിസിഷനിൽ എത്താനായിട്ട് പറ്റുമായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസം ആദ്യത്തെ ആഴ്ച വരുമെന്ന് പ്രതീക്ഷിച്ചു, അതും വന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലാഗാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ലാഗാക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. പിന്നെ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ SI മെയിൻസ് പരീക്ഷയുടെ കൃത്യം ഒരു മാസം മുന്നേ തന്നെയാണ് എന്ത് ചെയ്തത്? റിസൾട്ട് ഇട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസം ഒരു 15 മുന്നേ അല്ലെങ്കിൽ ഒരു 14 തീയതിക്കകത്ത് വെച്ചിട്ട് എന്താണ് റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയും PSC ഔദ്യോഗികമായിട്ടുള്ള ഒരു അപ്ഡേറ്റും തന്നിട്ടില്ല. ഇനി വരുന്ന PSCയുടെ തീരുമാനങ്ങളിൽ, യോഗ തീരുമാനങ്ങളിലൊക്കെ പ്രിലിംസിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ റിസൾട്ട് ഉടൻ തന്നെ വരും. ഇനി റിസൾട്ട് വന്നിട്ട് പഠിച്ച് നിൽക്കാൻ തുടങ്ങുന്നവരോട് എന്നു മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. ഇതിനോടകം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. കാരണം ഇനി മുതലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ പഠിച്ചു കൊള്ളുക. കാരണം ഒരുപാട് പേര് ഇതിനോടകം തന്നെ അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. റിസൾട്ട് വന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതൊരുപാട് പുറകിലേക്ക് എത്തിക്കും. നമ്മുടെ ചാനൽ വഴിയുടെ ടെലിഗ്രാം ചാനൽ വഴി 90 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് VFA പരീക്ഷയ്ക്ക് ഫോളോ ചെയ്യുന്നവർക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന്, ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് എല്ലാം ഫോക്കസ് ചെയ്യുന്നവർക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതുപോലെ മറ്റ് ഡിഗ്രി മെയിൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നിച്ചൊരു സമഗ്രമായിട്ടുള്ള പഠനമാണ്. നമ്മൾ സിലബസ് ഏകദേശം കോമൺ ആണല്ലോ, നമുക്കറിയാം. ഒരു 99% സിമിലർ ആയിട്ടുള്ള സിലബസാണ്. സ്പെഷ്യൽ ടോപ്പിക്കുകളിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ. ഡെയിലി പഠിക്കേണ്ട ടോപ്പിക്കുകൾ, അതിനെ വെച്ചിട്ടുള്ള ക്ലാസ്, റിവിഷൻ എക്സാംസ്, അതുപോലെ കറണ്ട് അഫേഴ്സ്, മാത്സ് അടക്കമുള്ള എല്ലാ ക്ലാസ്സുകളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്റ്റഡി പ്ലാനിൽ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ പോകുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ ഉണ്ടായിരിക്കും. കാരണം അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നുണ്ട്, ഒരു ഓർഡറിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. സിലബസ് കംപ്ലീറ്റ് ആക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സിലബസ് കംപ്ലീഷൻ അതുപോലെ ഓർഡറിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, റാങ്ക് ലിസ്റ്റിൽ മുൻനിരകളിലെത്തുക. ഇതാണ് നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 90 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കുക. ഡെയിലി 2 GK ടോപ്പിക്കുകൾ, മാത്സ് ഓർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, അതുപോലെ തന്നെ SCERTയിൽ ഒരു ചാപ്റ്റർ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അങ്ങനെ ഓരോ പടി മുന്നിലേക്ക് എത്താനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. അതുപോലെ ബാക്കി അപ്ഡേറ്റുകളും കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിട്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോവുക. താങ്ക്